ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ലെബനോണിൽ ഇസ്രായേലി പട്ടാളക്കാരൻ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ അടിച്ചു തകർക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും കാര്യമായ പ്രതിഷേധമൊന്നും അതിനെതിരെ ഉണ്ടായി നമ്മൾ കണ്ടില്ല. എന്തൊരു വിരോധാഭാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജൂതന്മാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ, പക്ഷേ ലോകത്ത് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ക്രിസ്ത്യാനികളെയാണ്. കാരണം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മാതാവ് മറിയം ബീവിയുടെ ജാരസന്തതിയാണ് യേശുക്രിസ്തു എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂതന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്. ഇസ്രായേലിൽ വ്യാപകമായ അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ കണ്ടാൽ അടിക്കുക, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുക, ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുന്നിൽ കാർക്കിച്ച് തുപ്പുക, അതുപോലെ ക്രിസ്ത്യൻ അടയാളങ്ങൾ കണ്ടാൽ അതിൽ ചവിട്ടുക അല്ലെങ്കിൽ തുപ്പുക, ഇതൊക്കെ വ്യാപകമായി നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതൊന്നും ക്രിസ്ത്യൻസിനൊരു വിഷയമേ അല്ല. കാരണം ക്രിസ്ത്യാനികൾ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ ലോകത്തെ എവിടെയെങ്കിലും ആക്രമിക്കുകയോ കടന്നുകയറ്റം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ നികൃഷ്ടരായ ജൂതന്മാരെ ക്രിസ്ത്യാനികൾക്ക് വലിയ ഇഷ്ടമാണ് താനും. ഇതൊക്കെ കാണുമ്പോഴാണ് എന്ത് ലോകക്രമമാണെന്ന് ചിന്തിച്ചു പോകുന്നത്. മുസ്ലിങ്ങളെ വകവരുത്താൻ വേണ്ടി, ഇസ്ലാമിക രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വേണ്ട ആയുധങ്ങൾ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, എല്ലാവിധ പിന്തുണയും കൊടുത്ത്, വേണ്ടി വന്നാൽ നേരിട്ട് ഇറങ്ങി അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയാണെങ്കിലോ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്തീയ രാജ്യമാണ്. ഈ അമേരിക്ക മാത്രമല്ല, മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായി വലിയ ചങ്ങാത്തത്തിലാണ്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഒരുപക്ഷെ ഇറാൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഇറ്റലി, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ വരുത്തിയത്. അത് ഈ എണ്ണ ലഭ്യമല്ലാതാവും എന്ന ആ എണ്ണയുടെ പ്രതിസന്ധി കാരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിനെ വെറുക്കുന്നത് ഇസ്രായേലികളാണ് എന്നതിൻ്റെ അടയാളമാണ് നമ്മൾ കണ്ടത്. ലോകത്തൊരു മുസ്ലിമും ഒരു ക്രിസ്തീയ ദേവാലയം ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അടയാളങ്ങൾ തകർക്കുന്നതോ, കുരിശ് തകർക്കുന്നതോ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിമ അടിച്ചു തകർക്കുന്നതോ നമ്മൾ ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബൈബിൾ കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് പുതിയ ലോകക്രമം എങ്ങോട്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ.